ഇന്ന് ലോക വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനം. ഓരോ സ്ത്രീയും തന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന കാഴ്ച അഭിമാനകരമാണ്. എന്നാൽ വനിതാ ദിനത്തിലേക്ക് മാത്രം സ്ത്രീയെ ഒതുക്കാതെ എല്ലാ ദിനങ്ങളും അവളുടേതായി മാറുന്ന ഒരു കാലത്തിലേക്കുള്ള യാത്രയിലാണ് പതിയെങ്കിലും നാം. തുല്യ അവകാശങ്ങളെക്കുറിച്ചും ന്യായമായ അവസരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ ശബ്ദം ഇടറിയാലും കയ്യും കാലും വിറച്ചാലും മറ്റുള്ളവർ കളിയാക്കിയാലും സ്വന്തം അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉറക്കെ പറയുക തന്നെ വേണം. മാറ്റത്തിന്റെ ഓരോ ചൂടും തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. പലരും വനിതാ ദിനത്തിനെ ഒരു ഫെമിനിസ്റ്റ് വിഷയമായി കരുതുന്നുണ്ടെങ്കിലും അതിന്റെ വേരുകൾ ആരംഭിക്കുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിലാണ്. ചരിത്രപരമായി നോക്കിയാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വോട്ടവകാശത്തിനുമായി സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്നാണ് ഈ ദിനത്തിന്റെ തുടക്കം. കേവലം ഒരു ആഘോഷം എന്നതിലുപരി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തെളിക്കാനുള്ള ആഹ്വാനമായി ഈ ദിവസം മാറിയിരിക്കുന്നു. നിലവിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒട്ടേറെ സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. മദർ തെരേസ മുതൽ മലാല വരെ. നിശബ്ദരാക്കപ്പെടുമ്പോൾ മാത്രമാണ് ശബ്ദങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുക. അതിനുവേണ്ടി ശബ്ദിക്കുക. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.